സിനിമയും ലഹരിയും തമ്മിലുള്ള ബന്ധം തുറന്നുകാട്ടിയ സംഭവമാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസ്. നമുക്കറിയാലോ അല്ലേ, കഴിഞ്ഞ ദിവസം ആവിയായി പോയ കൊക്കൈൻ കേസിൽ സംഭവിച്ചത് എന്താണ്? വലിയ അന്വേഷണ മികവ് അവകാശപ്പെടുന്ന കേരള പോലീസിന്റെ മുഖത്തേറ്റ അടിയാണ് കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട ഉത്തരവ്. ലഹരി കേസുകളിൽ വേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും പാലിക്കാതിരുന്നതാണ് പ്രതികളെ വെറുതെ വിടാൻ കാരണം. ജനുവരി 30 അന്നാണ് നടൻ ഷൈൻ ടോം ചാക്കോയും 4 യുവതികളും 10 ഗ്രാം കൊക്കൈനുമായി പിടിയിലാകുന്നത്. ചന്ദ്രബോസ് വധക്കേസ് പ്രതിയും വിവാദ നായകനുമായ നിഷാമിന്റെ കടവന്ത്രയിലെ ഡ്യൂപ്ലെക്സ് ഫ്ളാറ്റ്. അവിടെയാണ് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. യുവനായകൻ ഷൈൻ ടോം ചാക്കോ പിടിക്കപ്പെട്ടതോടെ കേസിന്റെ മാനം തന്നെ മാറി. സിനിമയും ലഹരിയും വലിയ ചർച്ചയായി. 10 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെ തന്നെ ആദ്യ കൊക്കൈൻ കേസ് ഇല്ലാതായി. എല്ലാ പ്രതികളെയും എറണാകുളം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. അറസ്റ്റ് നടന്ന ദിവസം തന്നെ തോറ്റുപോയ കേസ്. കൊച്ചി കൊക്കൈൻ കേസിനെ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. ലഹരി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഈ കേസ് നശിപ്പിച്ചത്. കോടതി ഉത്തരവ് പരിശോധിച്ചാൽ ഒന്നാം പ്രതിയാകുന്നത് പോലീസാണ്. പ്രധാനമായും 3 വീഴ്ചകളാണ് കേസിലുണ്ടായത്. ഒന്ന്, NDPS ആക്ടിലെ സെക്ഷൻ 42 പാലിച്ചില്ല. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെങ്കിൽ ആ വിവരം രേഖാമൂലം മേലുദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണം. 2, സെക്ഷൻ 50 ഇവിടെ പാലിക്കപ്പെട്ടില്ല. അതായത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ മജിസ്ട്രേറ്റിന്റെയോ മുന്നിൽ ഹാജരാക്കുന്നത് പ്രതികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മൂന്നാമത്തേതാണ് ഏറ്റവും വലിയ വീഴ്ച. 4 യുവതികൾ ഉൾപ്പെട്ട കേസിൽ ലഹരി കണ്ടെടുക്കാൻ സാക്ഷിയായി എത്തിച്ചത് പുരുഷ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ. കേസിലെ ഒന്നാം പ്രതിയായ യുവതിയുടെ ദേഹപരിശോധനയിലാണ് കൊക്കൈൻ കണ്ടെടുത്തതെന്നാണ് കേസ്. സ്ത്രീകളുടെ ദേഹപരിശോധനയ്ക്ക് സ്ത്രീയായ ഗസറ്റഡ് ഉദ്യോഗസ്ഥ നിയമത്തിൽ നിർബന്ധമാണ്. ഇതോടെ കൊക്കൈൻ പിടിച്ചെന്ന വാദം തന്നെ കോടതിയിൽ പൊളിഞ്ഞു വീണു. ഇതിനെല്ലാം അപ്പുറം പ്രതികളുടെ ലഹരി ഉപയോഗവും തെളിയിക്കാനായില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രഗ് കിറ്റ് ഉപയോഗിച്ചിട്ട് അത് കൊക്കൈനാണെന്ന് പ്രൈമാ ഫേസി ഞാനത് തെളിയിച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്. അപ്പോൾ അത് കെമിക്കൽ ലാബിൽ അത് കൺഫേം ആകുകയും ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ കൊക്കൈൻ കേസിലെ കോടതി ഉത്തരവ് സർക്കാർ പരിശോധിക്കണം. പോലീസ് വീഴ്ചകളിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം. നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നത് ഒരു കുറ്റകൃത്യത്തിലും നമുക്ക് ഇളവ് നൽകുന്നതല്ല. ഇവിടെ നിയമപാലകരുടെ അറിവുകേട് ഒരു കേസ് തന്നെ ഇല്ലാതാക്കിയെങ്കിൽ അവർ സർവീസിൽ തുടരാൻ യോഗ്യരല്ല. സർക്കാർ പെൻഷനും. നടപടിയെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.